കണ്ണിനും മനസ്സിനും കുളിരേകി പാതയോര സൗന്ദര്യവൽക്കരണം. പാട്യം വില്ലേജ് ഓഫീസിന് സമീപം വ്യത്യസ്തമാർന്ന ചെടികളും ഇരിപ്പിടവും ഒരുക്കി പാതയോരത്തെ സുന്ദരമാക്കിയിരിക്കുകയാണ് പ്രദേശത്തെ ജനകീയ കൂട്ടായ്മ. ഇതിലൂടെ കടന്നുപോകുന്ന എല്ലാ യാത്രക്കാർക്കും കൗതുകമാണ് ഈ ഇടം. മാലിന്യമുക്ത നവകേരളം ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായി പാതയോരങ്ങൾ സുന്ദരമാക്കുന്നതിന്റെ ഭാഗമായി ചെണ്ടിയാട് മഹാത്മാഗാന്ധി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ വർഷം പാട്യം വില്ലേജ് ഓഫീസിന് സമീപം സ്നേഹാരാമം സജ്ജമാക്കിയിരുന്നു. എന്നാൽ മാസങ്ങൾക്ക് ശേഷം ഒരുക്കിയ സ്നേഹാരാമം നശിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് പ്രദേശത്തെ ഗുഡ്സ് ഓട്ടോ ഡ്രൈവറായ സുനിൽകുമാറിന്റെ നേതൃത്വത്തിൽ പ്രദേശത്തെ നാട്ടുകാർ കാടുപിടിച്ച സ്നേഹാരാമത്തെ മനോഹരമായ പൂന്തോട്ടമാക്കി മാറ്റിയത്. ഇന്ന് വ്യത്യസ്തമാർന്ന ചെടികളാൽ സമ്പുഷ്ടമാണ് ഈ ഇടം. ചെടികളുടെ സംരക്ഷണത്തിന് ചുറ്റും വേലിയും തീർത്തിട്ടുണ്ട്. കൂടാതെ ഇവിടെ ഇരിപ്പിടവും ഒരുക്കിയിട്ടുണ്ട്. ജനകീയ കൂട്ടായ്മയുടെ സഹകരണമാണ് സ്നേഹാരാമത്തെ വീണ്ടും അതിമനോഹരമാക്കാൻ സാധിച്ചതെന്നും യാത്രക്കാർക്കുൾപ്പെടെ എല്ലാവർക്കും ഉപകാരപ്രദമാകും വിധമാണ് ഈ പാതയോരം സൗന്ദര്യവൽക്കരിച്ചിരിക്കുന്നതെന്നും സുനിൽകുമാർ പറഞ്ഞു. അങ്ങനെ ഒരു തണൽ തേടി നമ്മളിങ്ങോട്ട് വന്നതാ, അപ്പുറത്തെ സ്റ്റാൻഡിൽ നിന്ന്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇവിടെ ഒരു സ്ഥലം കണ്ട് അപ്പോൾ വൃത്തിയാക്കി അതിനിതാക്കുക വെച്ചാൽ അവരും കൂടി ഒരു സപ്പോർട്ടുണ്ട്. ഇപ്പോൾ കോളേജിലെ കുട്ടികൾ അവർ വന്ന് ഒരു പ്രാവശ്യം വന്ന് വേലിയെല്ലാം ഇതാക്കി, പിന്നെ അങ്ങനെ കുറച്ച് ചെടികളെല്ലാം കൊണ്ടുവന്ന് അവർ തന്നെ കുട്ടികളെല്ലാം വീടുകളിലെല്ലാം കയറിയിട്ട് കളക്ട് ചെയ്ത് കുറച്ച് പൈസ എല്ലാം കളക്ട് ചെയ്ത് അങ്ങനെയെല്ലാം വെച്ചിട്ട് നേരിച്ചാൽ പിന്നെ ഒന്ന് രണ്ട് ആൾക്കാർ പറഞ്ഞ അഭിപ്രായം എന്താണെന്ന് പറഞ്ഞാൽ നടന്നു പോകുന്ന കൂട്ടർക്ക് ഓട്ടോറിക്ഷ പോകാൻ പറ്റാത്ത കൂട്ടുണ്ട്. അപ്പോൾ നടന്നു വരുമ്പോൾ ഒന്ന് കയറി ഇരിക്കാനുള്ളൊരു സ്ഥലം കൂടി തണൽ കിട്ടുന്ന ഒരാൾ ഒന്ന് രണ്ടാൾ അഭിപ്രായം അങ്ങനെ പറഞ്ഞു. ഒരു ലോട്ടറി വെക്കുന്ന ആൾ, ഒരു മീൻ വെക്കുന്ന ആൾ അങ്ങനെ പറഞ്ഞത്. അങ്ങനെ ഒരു അപ്പോൾ നമുക്ക് കാരണം എന്ന് വെച്ചാൽ രാത്രി കാലങ്ങളിൽ മറ്റുള്ള കൂട്ടർ വന്ന് ഒരു വെളിച്ചുണ്ടാകുമ്പോൾ അങ്ങനെ ഇതുണ്ടാവില്ല. അപ്പോൾ അതും കൂടി ഉണ്ടെങ്കിൽ വൈകിട്ടായാൽ ഈ സ്നേഹാരാമത്തിൽ എത്തുന്നവർ നിരവധിയാണ്. ഗ്രാമിക ന്യൂസ്, കൂത്തുപറമ്പ്.